ലയൺസ് ഇന്റർനാഷണൽ ആദ്യമായി കാസർഗോഡ് ജില്ലാ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. ലയൺസ് കാർണിവൽ എന്ന പേരിൽ റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 വൈകുന്നേരം 5 മണിക്ക് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിലാണ് പരിപാടി. ജില്ലയിലെ 35 ക്ലബ്ബുകളിൽ നിന്നും പ്രതിനിധികളും കുടുംബാംഗങ്ങളുമായി 1000-ഓളം പേർ ജില്ലാ കോൺഫറൻസിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, the trust with quality. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. ലയൺസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നില്ല. കാര്യം 100-105 വർഷമായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന സേവന സന്നദ്ധ സംഘടനയാണ് ലയൺസ് ഇന്റർനാഷണൽ. ഈ കാലയളവിൽ ലോകത്താകമാനം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി ലോകത്തിന്റെ ശ്രദ്ധ ഐക്യരാഷ്ട്രസഭയിൽ അംഗീകരിച്ച ഐക്യരാഷ്ട്രസഭ ആഘോഷിക്കുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ലയൺസിന്റെ സ്ഥാപക ദിനമാണ്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം ഈ പ്രസ്ഥാനത്തിനുണ്ട്, പാരമ്പര്യമുണ്ട്, ചരിത്രമുണ്ട്. ഈ പ്രസ്ഥാനം ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിലേക്ക് കോഴിക്കോടാണ് ആദ്യമായി ഇത് തുടങ്ങിയത്. ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന 318E കേരളത്തിൽ 14 ജില്ലകൾ ആകെയുള്ളതിൽ ഞങ്ങൾക്ക് ലയൺസിനെ സംബന്ധിച്ചോളം 6 ജില്ലകളാണ്. 2, 3, 4 ജില്ലകൾ ക്ലബ് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. 6 ജില്ലകളിലായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതിൽ ഈ ഭാഗത്തുള്ള ജില്ലകൾ 5 ജില്ല ഒരുമിച്ച് 318E എന്നാണ് ഞങ്ങളുടെ നമ്പർ ഡിസ്ട്രിക്റ്റിൽ. അത് ഇന്റർനാഷണൽ തരുന്ന നമ്പറാണ്. അപ്പോൾ കുറേ വർഷമായി ഗംഭീരമായി പ്രവർത്തിച്ചു വരുന്നു. ഈ വർഷം കോഴിക്കോടുള്ള രവി ഗുപ്ത എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ ഗവർണർ. ലയൺസിന്റെ നേതാവിനെ നമ്മൾ ഗവർണർ എന്ന് വിളിക്കുക. ലയൺസ് ഗവർണർ രവി ഗുപ്ത എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു 300 അംഗ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കി വരുന്നത്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ വർഷം എടുത്തു പറയേണ്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് 6.5 കോടി രൂപ ചെലവഴിച്ച് വടുവഞ്ചാലിൽ വലിയൊരു ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അത് മുണ്ടക്കയിൽ, ചൂരമേലിലും പ്രളയം ബാധിച്ചവർക്ക് വേണ്ടിയുള്ള സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. മറ്റു നാട്ടുകാർക്ക് സൗജന്യ നിരക്കിലാണ് ചികിത്സ. അത് ഓൾറെഡി ഉദ്ഘാടനം ചെയ്ത് ലയൺസിന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് AP സിംഗ്, ഇന്ത്യക്കാരനാണ് ഇപ്പോൾ ലയൺസ് ലോകം ഭരിക്കുന്നത്. AP സിംഗ് എന്ന് പറയുന്ന അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തു. ഗംഭീരമായി അത് പ്രവർത്തിച്ചു വരുന്നു. ഇതിനൊന്നും നാട്ടിൽ നിന്ന് നമ്മൾ പിരിവെടുത്തതല്ല, ലയൺസിന്റെ തനത് ഫണ്ടിൽ നിന്നാണ് ഇത് ചെയ്തത്. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനം ഞാൻ പ്രസ് റിലീസ് നിങ്ങൾക്ക് തരാം. ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടല്ല ഈ പത്രസമ്മേളനം വിളിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ട് ലയൺസിന്റെ ഒരു സമ്മേളനം നടക്കുകയാണ്. ലയൺസിന്റെ വിപുലമായ ഒരു സമ്മേളനം നടക്കുന്നു. ജനുവരി 26 റിപ്പബ്ലിക് ഡേ അന്ന് ബേക്കൽ ക്ലബ്ബിൽ വെച്ചിട്ടാണ് ഈ സമ്മേളനം. വൈകുന്നേരം 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടും. അതൊരു 10 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ കാസർഗോഡ് ജില്ലയിലെ പ്രതിനിധികൾ, കുടുംബാംഗങ്ങൾ ഒക്കെ പങ്കെടുക്കുന്നു. വൈകുന്നേരം 5 മണിക്ക് ബഹുമാനപ്പെട്ട കാസർഗോഡ് MP ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ എല്ലാ MLA-മാരും, ലയൺസ് ഒരു രാഷ്ട്രീയാതീത സംഘടന ആയതുകൊണ്ട് തന്നെ എല്ലാ MLA-മാരും വളരെ സജീവമായി സ്നേഹത്തോടെ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ സിനിമാ താരം ടിനി ടോം അതിന്റെ സെലിബ്രിറ്റി ഗസ്റ്റായി പങ്കെടുക്കുന്നു. സീരിയൽ താരം വരുന്നു. അവരുടെ കളിക്കളം എന്ന പ്രോഗ്രാം നടത്തുന്നു. വിവിധ ക്ലബ്ബുകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളുണ്ട്. ഇതിനേക്കാളൊക്കപ്പുറം സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് ലയൺസ് ഈ വർഷം ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് സ്ത്രീ സമ്മാൻ എന്ന് പറയുന്ന പദ്ധതി. ചെയർമാൻ ടൈറ്റസ് തോമസ്, ജില്ലാ സെക്രട്ടറി V വേണുഗോപാലൻ, പബ്ലിസിറ്റി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട്, പ്രോഗ്രാം കമ്മിറ്റി അജിത് കുമാർ ആസാദ്, സ്വീകരണ കമ്മിറ്റി സുകുമാരൻ നായർ, രജിസ്ട്രേഷൻ കമ്മിറ്റി രാജലക്ഷ്മി ടീച്ചർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.